Dear students, I am Roy. I am the faculty member who teaches you history in the absence of Father Srijo. I hope that three chapters have been completed. First on early inhabitants of Britain, Roman England, and the Anglo-Saxon England. Actually, we do not learn the entire history of Britain. We learn only the social and cultural aspects of Britain. ശരിക്കും നമ്മൾ എൻ്റയർ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കാറില്ല. നമ്മൾ പഠിക്കുന്നത് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ബ്രിട്ടൻ മാത്രമാണ്. അപ്പോൾ 3 ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഏർലി ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടൻ, റോമൻ ഇംഗ്ലണ്ട് ആൻഡ് ദി ആംഗ്ലോ സാക്സൺ ഇംഗ്ലണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് വാസ് ദി ലാംഗ്വേജ് ഓഫ് ആംഗ്ലോ സാക്സൺ. അപ്പോൾ നിങ്ങൾ ഇതിന് മുൻപ് പഠിച്ച ആംഗ്ലോ സാക്സൺ എന്ന ചാപ്റ്ററിൽ അപ്പോൾ ആംഗ്ലോ സാക്സൺസിൻ്റെ ഭാഷയാണ് ഓൾഡ് ഇംഗ്ലീഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദി കണ്ടിന്യൂസ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ബിഗിൻസ് വിത്ത് ദി കമ്മിങ് ഓഫ് ആംഗ്ലോ സാക്സൺസ്. അപ്പോൾ ബ്രിട്ടൻ്റെ ചരിത്രം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഹിസ്റ്ററി തുടങ്ങുന്നത് ആംഗ്ലോ സാക്സണിലൂടെയാണ്. കാരണം നിരവധി വംശങ്ങൾ പല രാജ്യങ്ങളിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് എത്തുകയും ഇംഗ്ലണ്ടിനെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രമാണ് ബ്രിട്ടീഷ് ചരിത്രം. അപ്പോൾ അതിൻ്റെ ആ ഒരു ചരിത്രം ആരംഭിക്കുന്നത് സെറ്റിൽ ചെയ്ത് അവിടെ നിന്ന് ആരംഭിക്കുന്നത് ആംഗ്ലോ സാക്സണിലൂടെയാണ്. സോ ദി കണ്ടിന്യൂസ് ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ ബിഗിൻസ് വിത്ത് ദി കമ്മിങ് ഓഫ് ആംഗ്ലോ സാക്സൺസ്. ദേ വെയർ 3 ഗ്രൂപ്പ്സ്, ജൂട്ട്സ്, ആംഗിൾസ് ആൻഡ് സാക്സൺസ്. നമുക്കറിയാം ആംഗ്ലോ സാക്സൺസ് 3 ഗ്രൂപ്പുകളായിരുന്നു. ആദ്യം വന്നത് ജൂട്ട്സ് ആയിരുന്നു, പിന്നെ ആംഗിൾസ് ആയിരുന്നു, സാക്സൺസ് ആയിരുന്നു. അങ്ങനെ 3 ഗ്രൂപ്പുകൾ ചേർന്നതിനെയാണ് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയും. ഇംഗ്ലണ്ട് വാസ് റൂൾഡ് ബൈ ഡിഫറെൻറ്റ് മൈഗ്രൻ്റ് ട്രൈബ്സ്. ഒരു പല വംശങ്ങൾ, പല വർഗങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കടന്നു കയറി ഇംഗ്ലണ്ട് ഭരിക്കുകയായിരുന്നു ചെയ്തത്. ആംഗ്ലോ സാക്സൺസ് മൈഗ്രേറ്റഡ് ടു ഇംഗ്ലണ്ട് വിത്ത് ദെയർ ഫാമിലീസ്. അപ്പോൾ അതുപോലെ തന്നെ ആംഗ്ലോ സാക്സൺസും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയവരാണ്. അവർ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയത്. സോ ദ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട് സ്റ്റാർട്ട്സ് വിത്ത് ആംഗ്ലോ സാക്സൺസ്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് ആംഗ്ലോ സാക്സണിലൂടെയാണ്. ആംഗ്ലോ സാക്സൺസ് വെയർ ഡിഫീറ്റഡ് ബൈ ഡെയിൻസ്. ആംഗ്ലോ സാക്സൺ ഭരണത്തിന് ശേഷം ഇംഗ്ലണ്ട് ഭരിക്കുന്നത് ഡെയിൻസാണ്. അപ്പോൾ ആംഗ്ലോ സാക്സൺസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഡെയിൻസ് ഇംഗ്ലണ്ടിൽ ഭരിക്കുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരാണ് ഡെയിൻസ് എന്ന് പറയും? ഡെയിൻസ് എന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിൽ നിന്നും നോർവേയിൽ നിന്നും, അപ്പോൾ ഇന്ന് കാണുന്ന ഡെൻമാർക്കിൽ നിന്നും നോർവേയിൽ, ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഇത് ഒരു പ്രദേശമായിരിക്കും. അപ്പോൾ ഡെൻമാർക്കിൽ നിന്നും നോർവേയിൽ നിന്നും ഇംഗ്ലണ്ടിലെത്തി ആംഗ്ലോ സാക്സൺസിനെ കീഴടക്കി ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശത്തിനെയാണ് ഡെയിൻസ് എന്ന് പറയുക. ഡെയിൻസ് റൂൾഡ് ഇംഗ്ലണ്ട് ഓൺലി ഫോർ ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ വളരെ കുറച്ച് കാലഘട്ടം മാത്രമേ ഡെയിൻസ് ഇംഗ്ലണ്ട് ഭരിച്ചിട്ടുള്ളൂ. സോ ദിസ് ചാപ്റ്റർ ഈസ് വൺ ഓഫ് ദി സ്മോളസ്റ്റ് ചാപ്റ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാം ഈ ചാപ്റ്റർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഓൾ ദി ചാപ്റ്റേഴ്സ് ആർ സ്മോൾ, നോ. So since it is a small chapter, we can complete this chapter today itself. The Danes in England. After the death of the last Anglo-Saxon king, Ethelred the Unready, the Danish dynasty began to rule England. അപ്പോൾ ആംഗ്ലോ സാക്സൺസിലെ ഏറ്റവും അവസാനത്തെ രാജാവ് അറിയപ്പെടുന്നത് എതേൽറെഡ് ദി അൺറീഡി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഡാനിഷ് ഡൈനാസ്റ്റി ഇംഗ്ലണ്ടിൽ ഭരണം ആരംഭിച്ചു എന്നാണ് നമ്മൾ കാണുന്നത്. ദേ സ്റ്റാർട്ടഡ് ദെയർ റൂൾ ഇൻ 1016. 1016 ഡെയിൻസ് ഇംഗ്ലണ്ട് ഭരിക്കുവാൻ ആരംഭിക്കുക. ബട്ട് മെനി ഇയേഴ്സ് ബിഫോർ ദിസ് ദേ ഹാഡ് സ്റ്റാർട്ടഡ് ഇൻവേഡിങ് ബ്രിട്ടൻ. അപ്പോൾ 1016 ഇംഗ്ലണ്ട് ഭരിക്കുവാൻ ഡെയിൻസ് ആരംഭിക്കുന്നതെങ്കിലും ഡെയിൻസിൻ്റെ സാന്നിധ്യം അവർ ഇംഗ്ലണ്ടിലേക്ക് എത്തിപ്പെട്ടത് അതിനും നിരവധി വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഭരണം സ്ഥാപിക്കുന്നത് 1016 എങ്കിലും അവരുടെ സാന്നിധ്യം ഇംഗ്ലണ്ടിൽ അതിന് നിരവധി വർഷങ്ങൾക്ക് മുൻപേ, നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു എന്നാണ് നാം കാണുക. സോ വി ക്യാൻ ഡിവൈഡ് ദ ഡാനിഷ് ഒക്യുപ്പേഷൻ ഓഫ് ബ്രിട്ടൻ ഇൻ ടു 3 periods.
അതുകൊണ്ട് നമ്മൾക്ക് ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ അവരുടെ വരവിനെ 3 ഭാഗങ്ങളായി 3 കാലഘട്ടങ്ങളിലായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് ദ പീരീഡ് ഓഫ് റെയ്ഡ്, 2 ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്, 3 ആൻഡ് ദി പീരീഡ് ഓഫ് റൂൾ. അങ്ങനെ ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ വരവിനെ അല്ലെങ്കിൽ അവരുടെ ആധിപത്യത്തെ, അവരുടെ ആഗമനത്തെ, സാന്നിധ്യത്തെ 3 കാലഘട്ടങ്ങളായിട്ട് തിരിക്കും. ഒന്ന് ദ പീരീഡ് ഓഫ് റെയ്ഡ്, 2 ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്, 3 ദ പീരീഡ് ഓഫ് റൂൾ. അപ്പോൾ ആദ്യം അവർ റെയ്ഡിന് വന്നു, അവർ ഇംഗ്ലണ്ടിനെ കൊള്ളയടിക്കാൻ വന്നു, അതിനുശേഷം അവർ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു, അതിനുശേഷം അവർ കീഴടക്കി ഭരിക്കുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 3 കാലഘട്ടങ്ങളായിട്ടാണ് നമ്മൾ ഡെയിൻസിനെ കുറിച്ച് പഠിക്കുന്നത്. ഒന്നാമത് പീരീഡ് ഓഫ് റെയ്ഡ് 786 AD തുടങ്ങി 851 AD വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് ദ പീരീഡ് ഓഫ് റെയ്ഡ് എന്ന് പറയും. ദ ഡെയിൻസ് സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ് ബ്രിട്ടൻ ആസ് ഏർലി ആസ് 786. 786 തുടങ്ങി ഡെയിൻസ് ഇംഗ്ലണ്ടിലേക്ക് അവരുടെ വരവ് ആരംഭിച്ചിരുന്നു. They plundered, looted and destroyed mainly the churches and monasteries. അവർ വന്ന് ആക്രമിച്ചത് പള്ളികളോട് അനുബന്ധ സ്ഥാപനങ്ങളുമായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത് പള്ളികളുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കൂടുതൽ ആക്രമണത്തിനുള്ള ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ചർച്ചസും മൊണാസ്റ്ററീസുമായിരുന്നു. After a few months' stay in Britain, they returned, taking all their plunderings to their homeland, Denmark and Norway. അപ്പോൾ ഇവരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലേക്ക് എത്തുകയും അവിടെ കൊള്ളയടിക്കുകയും കുറച്ച് കാലഘട്ടം താമസിച്ച് കൊള്ളയടിച്ച് കൊള്ള മുതലുമായി സ്വന്തം നാട്ടിലേക്ക്, ഡെൻമാർക്കിലേക്കും നോർവേയിലേക്കും പോവുക എന്നതായിരുന്നു ഡെയിൻസിൻ്റെ ഒരു ശീലം. അതിനെയാണ്, ആ ഒരു കാലഘട്ടത്തിനെയാണ് 786 തുടങ്ങി 851 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് ദ പീരീഡ് ഓഫ് റെയ്ഡ് എന്ന് പറയുക. അപ്പോൾ ഡെയിൻസിൻ്റെ ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ ആ കാലഘട്ടത്തിലെ ഒന്നാം കാലഘട്ടം ദ പീരീഡ് ഓഫ് റെയ്ഡ്. 2 ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ 851 തുടങ്ങി 896 വരെയുള്ള കാലഘട്ടമാണ് ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ അവർ ആദ്യം വന്നു, കൊള്ളയടിച്ചു, കുറച്ച് കാലം താമസിച്ചു, കൊള്ളയടിച്ചു, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നീട് അവർക്ക് തോന്നി ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു, അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റാണ്. ആഫ്റ്റർ ദ പീരീഡ് ഓഫ് റെയ്ഡ് ദ ഡെയിൻസ് ഷോഡ് എ ഡിസൈർ ടു സെറ്റിൽ ഡൗൺ ഇൻ ഇംഗ്ലണ്ട്. അപ്പോൾ ആദ്യത്തെ ആ ഒരു റെയ്ഡ് കാലഘട്ടത്തിന് ശേഷം അവർ ഇംഗ്ലണ്ടിൽ തന്നെ കഴിയുവാൻ ഒരു ഡിസയർ, അവർക്കൊരു ആഗ്രഹമുണ്ടാകുന്നു, അല്ല അവർ തീരുമാനിക്കുന്നു. ദേ കോൺക്വേർഡ് ലാർജ് പോർഷൻസ് ഓഫ് മെർസിയ, നോർത്തംബ്രിയ ആൻഡ് ഈസ്റ്റ് ആംഗ്ലിയ ആൻഡ് സെറ്റിൽ ഡൗൺ ഇൻ ലാർജ് നമ്പേഴ്സ്. അങ്ങനെ അവർ ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്യാൻ ഡെയിൻസ് തീരുമാനിക്കുകയും 3 കിങ്ഡംസിൽ ഭൂരിഭാഗവും അവർ കീഴടക്കുകയും അവർ അവിടെ സെറ്റിൽ ചെയ്യുകയും, ലാർജ് നമ്പേഴ്സായി സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ ശരിക്കും മൈഗ്രേറ്റ് ചെയ്യുകയാണ് ഇംഗ്ലണ്ടിലേക്ക്. അങ്ങനെ 3 കിങ്ഡംസിൽ, നമുക്കറിയാം 7 കിങ്ഡംസാണ് ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്, 7 കിങ്ഡംസ്. അപ്പോൾ അതിലെ 3 മെർസിയ, നോർത്തംബ്രിയ, ഈസ്റ്റ് ആംഗ്ലിയ, ബാക്കി 4 അപ്പോൾ 7 കിങ്ഡംസിൽ 3 കിങ്ഡംസ് കീഴടക്കിക്കൊണ്ട് അവിടെ അവർ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നു ഡെയിൻസ്. ഓൾ ദി കിങ്ഡംസ് എക്സെപ്റ്റ് വെസക്സ് കെയിം അണ്ടർ ദെയർ പവർ. അപ്പോൾ 7 കിങ്ഡംസിൽ വെസക്സ് ഒഴികെ ബാക്കി 6 അവരുടെ അധീനതയിൽ എത്തി. ദേ ടേൺഡ് ദെയർ അറ്റൻഷൻ ടു ഇൻവേഡ് വെസക്സ് ടു. അപ്പോൾ ഇംഗ്ലണ്ടിലെ 7 കിങ്ഡംസിൽ 6 കീഴടക്കിയ ഡെയിൻസ് 7ാമതുള്ള വെസക്സിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചു. പക്ഷേ കിങ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് സക്സീഡഡ് ഇൻവേഡിങ് ഓഫ് ദം. അപ്പോൾ വെസക്സിൻ്റെ രാജാവ് എന്ന് പറയുന്നത്, ആംഗ്ലോ സാക്സൺ രാജാവ് എന്ന് പറയുന്നത് ആൽഫ്രഡ് ദി ഗ്രേറ്റ് ആണ്. അപ്പോൾ ആൽഫ്രഡ് ദി ഗ്രേറ്റ് മഹാനായ ഒരു ഭരണാധികാരി ആയതിനാൽ ഡെയിൻസിനെ വെസക്സിലേക്ക് അടുപ്പിക്കാതെ മാറ്റി നിർത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ 7 കിങ്ഡംസിൽ 6 കിങ്ഡംസ് ഡെയിൻസിൻ്റെ അധീനതയിൽ ഈ കാലഘട്ടത്തിൽ എത്തി, ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റിൽ. പിന്നീട് ഡെയിൻസ് വെസക്സിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിച്ചു എന്ന് നമ്മൾ കണ്ടു. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ആൽഫ്രഡ് ആൻഡ് എസ്പെഷ്യലി ഡ്യൂറിങ് ദി റെയിൻ ഓഫ് എതേൽറെഡ് ദി അൺറീഡി, ദ ഡെയിൻസ് അഗെയിൻ സ്റ്റാർട്ടഡ് ഇൻവേഡിങ് ബ്രിട്ടൻ. അപ്പോൾ ആൽഫ്രഡ് ദി ഗ്രേറ്റിൻ്റെ മരണത്തിന് ശേഷം അവസാനത്തെ ആംഗ്ലോ സാക്സൺ രാജാവായ എതേൽറെഡ് ദി അൺറീഡിയുടെ കാലഘട്ടത്തിൽ വെസക്സ് കൂടി കീഴടക്കുവാൻ,
അപ്പോൾ ഇംഗ്ലണ്ടിലെ 7ാമത്തെ കിങ്ഡമായ വെസക്സ് കൂടി കീഴടക്കുവാൻ ഡെയിൻസ് തീരുമാനിക്കുക, അതിനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അവസാനത്തെ ആംഗ്ലോ സാക്സൺ രാജാവ് എന്ന് പറയുന്നത് എതേൽറെഡ് ദി അൺറീഡിയ. ഹി വാസ് ഫൂളിഷ് ആൻഡ് ഇൻഎഫിഷ്യൻറ്റ്. അപ്പോൾ എതേൽറെഡ് ദി അൺറീഡിയ എന്ന ഭരണാധികാരി ഒരു വിഡ്ഢിയും അതോടൊപ്പം ഒരു കഴിവ് കെട്ടവനുമായിരുന്നു, ഇൻഎഫിഷ്യൻറ്റുമായിരുന്നു. ഹി കമ്മിറ്റഡ് മെനി ബ്ലണ്ടേഴ്സ് ഇൻ ഹിസ് ലൈഫ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തു. ഹി അഗ്രീഡ് ടു പേ ദ ഡെയിൻസ് എ ട്രിബ്യൂട്ട് ഹോപ്പിംഗ് ടു ഇൻഡ്യൂസ് ദം ടു കീപ്പ് അവേ ഫ്രം ഹിസ് ടെറിട്ടറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതേൽറെഡ് ദി അൺറീഡി എന്ന ആംഗ്ലോ സാക്സൺ രാജാവ് അദ്ദേഹം ചെയ്ത ഒരുപാട് മിസ്റ്റേക്കുകളിൽ ഒന്നാമത്തെ മണ്ടത്തരമായിരുന്നു ഡെയിൻസിനോട് അങ്ങോട്ട് ഓഫർ ചെയ്യുകയാണ്, എൻ്റെ രാജ്യം ആക്രമിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ കപ്പം നൽകിക്കൊള്ളാമെന്ന്. അപ്പോൾ അങ്ങനെ കപ്പം നൽകുവാൻ വേണ്ടി, ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു മണ്ടത്തരം എതേൽറെഡ് ദി അൺറീഡി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു. അനദർ ബ്ലണ്ടർ ദാറ്റ് ഹി കമ്മിറ്റഡ് വാസ് ദി മാസക്കർ ഓഫ് സെൻറ്റ് ബ്രൈസ് ഡേ. അപ്പോൾ 1002 ആംഗ്ലോ സാക്സൺ രാജ്യത്ത് സെൻറ്റ് ബ്രൈസ് ഡേയിൽ ഒരു കൂട്ടക്കൊല നടത്തപ്പെട്ടു. ആ കൂട്ടക്കൊല അദ്ദേഹം നടത്തിയ രണ്ടാമത്തെ മണ്ടത്തരമായിരുന്നു. ദ കിങ് ഓഫ് ഡെൻമാർക്ക് വാസ് ഇൻഫ്യൂരിയേറ്റഡ് അറ്റ് ദിസ് ഗ്രേറ്റ് ക്രൂവൽറ്റി, എസ്പെഷ്യലി ബിക്കോസ് ഹിസ് ഓൺ സിസ്റ്റർ വാസ് കിൽഡ് ഓൺ ദാറ്റ് ഡേ. അപ്പോൾ സെൻറ്റ് ബ്രൈസ് ഡേയിലെ ആ കൂട്ടക്കൊലയിൽ ഡെൻമാർക്കിലെ രാജാവിൻ്റെ സഹോദരി കൂടി കൊല്ലപ്പെട്ടു. അത് ഡെൻമാർക്കിലെ രാജാവിനെ വളരെയധികം കോപാകുലനാക്കുകയും ഹി ദെയർഫോർ ഇൻഫ്ലിക്റ്റഡ് ക്രഷിംഗ് ഡിഫീറ്റ് ഓൺ ദി ഇംഗ്ലീഷ്. അപ്പോൾ ഇംഗ്ലണ്ടിനെ തകർത്ത് കളയുവാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തു. സൂൺ ദി ഹോൾ ഇംഗ്ലണ്ട് സറണ്ടേഡ് ടു ദി ഡാനിഷ് കിങ് സ്വെൻ. അങ്ങനെ ഇംഗ്ലണ്ടിനെ ഡെൻമാർക്ക് പരാജയപ്പെടുത്തുകയും മുഴുവൻ ഇംഗ്ലീഷ് രാജ്യങ്ങളും 7 കിങ്ഡംസും ഡെൻമാർക്കിൻ്റെ അധീനതയിലേക്ക് വരികയും സ്വെൻ എന്ന രാജാവാണ്, സ്വെൻ എന്ന ഡാനിഷ് കിങ്ങാണ് മുഴുവൻ കിങ്ഡംസും കീഴടക്കിക്കൊണ്ട് ഇംഗ്ലണ്ടിൽ ഡെയിൻസിൻ്റെ ഭരണം സ്ഥാപിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഡെയിൻസിൻ്റെ ആ കാലഘട്ടത്തെ 3ആയിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ദ പീരീഡ് ഓഫ് റെയ്ഡ്, 2 ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് ദി പീരീഡ് ഓഫ് റൂൾ. അപ്പോൾ 2 നമ്മൾ കണ്ടു. റെയ്ഡ്, ആദ്യം വരിക, കൊള്ളയടിക്കുക, മടങ്ങിപ്പോവുക. രണ്ടാമത്തേത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച് കീഴടക്കൽ ആരംഭിക്കുക. മൂന്നാമത് മുഴുവൻ കീഴടക്കിയതിന് ശേഷമുള്ള ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ ഭരണത്തിനെയാണ് ദ പീരീഡ് ഓഫ് റൂൾ എന്ന് പറയുക. 1016 തുടങ്ങി 1042 വരെയുള്ള ചുരുങ്ങിയൊരു കാലഘട്ടം മാത്രമായിരുന്നു ഡെയിൻസ് ഇംഗ്ലണ്ട് ഭരിച്ചത്. സ്വെൻ കുഡ് നോട്ട് റൂൾ ഇംഗ്ലണ്ട് ലോങ്. അപ്പോൾ ഡാനിഷ് കിങ്ങായ സ്വെൻ അധികകാലം ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലണ്ട് അധികകാലം ഭരിക്കുവാൻ സാധിച്ചില്ല. ഓൺ ഹിസ് ഡെത്ത് ഹിസ് സൺ കാനൂട്ട് ബിക്കെയിം ദി കിങ് ഓഫ് ഇംഗ്ലണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, സ്വെൻ എന്ന രാജാവിൻ്റെ മരണത്തിന് ശേഷം കാനൂട്ട് ഇംഗ്ലണ്ടിൻ്റെ രാജാവായി അവരോധിക്കപ്പെട്ടു. കിങ് കാനൂട്ട് വാസ് ദി ഫസ്റ്റ് ഡാനിഷ് കിങ് ടു റൂൾ ഇംഗ്ലണ്ട്. സ്വെൻ ആണ് ഇംഗ്ലണ്ട് കീഴടക്കിയത് എങ്കിലും അദ്ദേഹം ഡാനിഷ് കിങ് ആയിരുന്നു. അദ്ദേഹം നേരിട്ട് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ രാജാവായി അവരോധിക്കപ്പെടുകയായിരുന്നില്ല ചെയ്തത്, അദ്ദേഹം ഇംഗ്ലണ്ട് കൂടി ഭരിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മകനായ കിങ് കാനൂട്ടിനെയാണ് ഇംഗ്ലണ്ടിൻ്റെ ഭരണാധികാരിയായി നിയമിച്ചത്. അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ആദ്യത്തെ ഡാനിഷ് കിങ്ങായി അല്ലെങ്കിൽ ഡെയിൻസിൻ്റെ ആദ്യത്തെ രാജാവായിട്ട് നമ്മൾ പഠിക്കുക കാനൂട്ടിനെയാണ്. ഹിസ് റൂൾ വാസ് വെരി പീസ്ഫുൾ. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം നല്ല ഭരണമായിരുന്നു, സമാധാനപരമായിരുന്നു. വെൻ ഹി ഡൈഡ് ഇൻ 1035 ദി എൽഡസ്റ്റ് സൺ സ്വെൻ ബിക്കെയിം ദി കിങ് ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഇംഗ്ലണ്ട്. അപ്പോൾ കാനൂട്ടിൻ വളരെ പെട്ടെന്ന് തന്നെ കാനൂട്ടും 1035 മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേരുള്ള സ്വെൻ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഡെൻമാർക്കിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും രാജാവായിട്ട് വാഴിക്കപ്പെട്ടു. ആ സ്വെൻ ഡൈഡ് സൂൺ. അദ്ദേഹവും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടു. ദ 2 സൺസ് ഓഫ് കാനൂട്ട്. അപ്പോൾ ഈ സ്വെന്നും വളരെ പെട്ടെന്ന് തന്നെ മരണപ്പെട്ടുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരായ ഹാർഡി കാനൂട്ടും ഹെറോൾഡ് കാനൂട്ടും ഡെൻമാർക്കിൻ്റെയും ഇംഗ്ലണ്ടിൻ്റെയും രാജാവായി സ്ഥാനമേറ്റു. ഹാർഡി കാനൂട്ട് വാണ്ടഡ് ദി ത്രോൺ ഓഫ് ഇംഗ്ലണ്ട് ടു. അപ്പോൾ ഡെൻമാർക്കിൻ്റെ രാജാവായ ഹാർഡി കാനൂട്ടിന് ഇംഗ്ലണ്ടിൻ്റെ അധികാരം കൂടി വേണമെന്ന് ആഗ്രഹമുണ്ടായി. സൂൺ എ ബാറ്റിൽ വാസ് ഫോട്ട് ആൻഡ് ഹെറോൾഡ് വാസ് കിൽഡ്. അപ്പോൾ ഈ ഒരു ആഗ്രഹം, അപ്പോൾ ഡെൻമാർക്ക് ഭരിക്കുക ഹാർഡി കാനൂട്ടിന്
ഹറോൾഡ് കാനൂട്ടിൻ്റെ ഇംഗ്ലണ്ട് കൂടി ഭരിക്കണമെന്ന് ആഗ്രഹം വരികയും അങ്ങനെ ഇവർ തമ്മിൽ യുദ്ധമുണ്ടാവുകയും ആ യുദ്ധത്തിൽ ഹറോൾഡ് കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹാർഡി കാനൂട്ട് ഇംഗ്ലണ്ടിൻ്റെയും ഡെൻമാർക്കിൻ്റെയും രാജാവായി അവരോധിക്കപ്പെടുകയും. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹാർഡി കാനൂട്ട്, ദ വിറ്റൻ ചോസ് എഡ്വേർഡ്, ദി യങ്ങസ്റ്റ് സൺ ഓഫ് എതേൽറെഡ് ദി അൺറീഡി, ഹു ബിക്കെയിം ഇൻ ഹിസ്റ്ററി ആസ് എഡ്വേർഡ് ദി കൺഫസർ. അപ്പോൾ ഹാർഡി കാനൂട്ടിൻ്റെ മരണത്തിന് ശേഷം വിറ്റൻ എന്നാൽ ഇംഗ്ലണ്ടിലെ ഹയ്യസ്റ്റ് അസംബ്ലി അറിയപ്പെടുക വിറ്റൻ എന്നാണ്, ആ ഉന്നത സഭയാണ്. അപ്പോൾ രാജാവ് കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക, നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ള ഉന്നത കുലജാതരായിട്ടുള്ളവരുടെ ഒരു സഭയാണ് വിറ്റൻ എന്ന പേരിൽ WITAN വിറ്റൻ എന്നറിയപ്പെടുക. സോ ദി ഹയ്യസ്റ്റ് അസംബ്ലി ഓഫ് ആംഗ്ലോ സാക്സൺ പീരീഡ്, ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിലെ ഹയ്യസ്റ്റ് അസംബ്ലി, ആ ഉന്നത സഭ അറിയപ്പെടുക വിറ്റൻ എന്നായിരുന്നു. അപ്പോൾ ഹാർഡി കാനൂട്ടിൻ്റെ മരണത്തിന് ശേഷം വിറ്റൻ കൂടിച്ചേരുകയും അവസാനത്തെ ആംഗ്ലോ സാക്സൺ രാജാവായിരുന്ന എതേൽറെഡ് ദി അൺറീഡിയുടെ മകൻ എഡ്വേർഡിനെ പുതിയ രാജാവായി വാഴിക്കുകയും ചെയ്തു. ആ എഡ്വേർഡ് പിന്നീട് ചരിത്രത്തിൽ നമ്മൾ കാണുക എഡ്വേർഡ് ദി കൺഫസർ എന്ന പേരിലാണ്. അപ്പോൾ ഡാനിഷ് ഡൈനാസ്റ്റി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ 1016 തുടങ്ങി 1042 വരെയുള്ള ചുരുങ്ങിയൊരു കാലഘട്ടം മാത്രമായിരുന്നു ഡെയിൻസ് ഇംഗ്ലണ്ട് ഭരിച്ചത്. പക്ഷേ ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ സാന്നിധ്യം 3 നൂറ്റാണ്ടിലപ്പുറം ഉണ്ടായിരുന്നു. അവരുടെ ആ കാലഘട്ടത്തെ, അവരുടെ ഇംഗ്ലണ്ടിലെ കാലഘട്ടത്തെ നമ്മൾ മൂന്നായിട്ടാണ് പഠിച്ചത്. ദ പീരീഡ് ഓഫ് റെയ്ഡ്, ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്, ദ പീരീഡ് ഓഫ് റൂൾ. ആദ്യം അവർ റെയ്ഡാണ്, അവർ വരികയായിരുന്നു, കൊള്ളയടിക്കുകയായിരുന്നു, പള്ളികളും പള്ളി അനുബന്ധ സ്ഥാപനങ്ങളും കൊള്ളയടിക്കുകയും സമ്പത്തുകൾ മുഴുവൻ ശേഖരിച്ചുകൊണ്ട് സ്വന്തം രാജ്യങ്ങളായ ഇന്നത്തെ ഡെൻമാർക്കിലേക്കും നോർവേയിലേക്കും മടങ്ങുകയുമായിരുന്നു ഡെയിൻസിൻ്റെ ആദ്യത്തെ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ അവർക്ക് ഇംഗ്ലണ്ടിൽ സ്ഥിരമായി താമസിക്കുവാൻ ഒരാഗ്രഹം വരികയും അവർ അവിടെ സെറ്റിൽ ചെയ്യുകയും അങ്ങനെ 7 കിങ്ഡംസിലെ 3 കീഴടക്കിക്കൊണ്ട് അവർ അവിടെ ലാർജ് നമ്പേഴ്സ് സെറ്റിലാകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയും. ആൻഡ് 1016 തുടങ്ങി അപ്പോൾ എല്ലാ കിങ്ഡംസും 7 കിങ്ഡംസും കീഴടക്കിക്കൊണ്ട് അവർ ഒരു ചുരുങ്ങിയ കാലഘട്ടം ഇംഗ്ലണ്ട് ഭരിച്ച ആ ഒരു സമയത്തിനെയാണ് ദ പീരീഡ് ഓഫ് റൂൾ എന്ന് പറയും. നൗ ലെറ്റ് us see the Danish influence on England. അപ്പോൾ ഈ ഡെയിൻസിൻ്റെ ഭരണകാലഘട്ടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അവരുടെ സാന്നിധ്യം നിരവധി നൂറ്റാണ്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു സാന്നിധ്യത്തിൻ്റെ ഈ എഫക്റ്റ് ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ, ഇംഗ്ലണ്ടിൻ്റെ വിവിധ മേഖലകളിൽ എത്രമാത്രം അത് ബാധിച്ചു, എത്രമാത്രം അത് സ്വാധീനിച്ചു എന്നതാണ് നമ്മളിപ്പോൾ കാണുക. ദ ഡാനിഷ് ഇൻവേഷൻ ഹാവ് ലെഫ്റ്റ് indelible marks on English race. Politically speaking, the Danish conquest of England paved the way for the unification of England under the leadership of Wessex. അപ്പോൾ ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ ഭരണം എത്രമാത്രം സ്വാധീനമാണ് ഇംഗ്ലീഷ് സൊസൈറ്റിയിൽ ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ കാണുക. അപ്പോൾ അതിൻ്റെ രാഷ്ട്രീയ വശം നോക്കിയാൽ, പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട് സാധിച്ചു. 7 കിങ്ഡംസ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരുടെ ആധിപത്യത്തോടുകൂടി ഇവർ കീഴടക്കിയതോടുകൂടി ആ 7 രാജ്യങ്ങളും ഒറ്റ ഇംഗ്ലണ്ടായി മാറ്റപ്പെട്ടു. അപ്പോൾ ഒരു യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട് അത് സാധിച്ചു. അപ്പോൾ വെസക്സ് എന്ന ആ 7 ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ ഒരു രാജ്യമായി ഒറ്റ ഇംഗ്ലണ്ടായിട്ട് മാറുവാൻ ഒരു യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട് സാധിച്ചു എന്നത് ഈ ഡാനിഷ് ഭരണത്തിൻ്റെ ഒരു സ്വാധീനമാണ്. എക്കണോമിക്കലി സ്പീക്കിംഗ്, ഇംഗ്ലണ്ട് വാസ് ഇംപവറൈസ്ഡ് ബൈ ഡാനിഷ് അറ്റാക്ക്. പക്ഷെ സാമ്പത്തികപരമായിട്ടുള്ള എഫക്റ്റ് നോക്കിയാൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് ഡെയിൻസിൻ്റെ ഭരണം മോശമായിരുന്നു. കാരണം ദ ഡെയിൻസ് വെയർ പ്ലണ്ടറിങ് ആൻഡ് ലൂട്ടിങ് ഫോർ സെഞ്ച്വറീസ് ദ ഫെർട്ടൈൽ സോയിൽ ആൻഡ് റിസോഴ്സ് ഓഫ് ഇംഗ്ലണ്ട്. ശരിക്കും സാമ്പത്തികപരമായി ഇംഗ്ലണ്ടിനെ വളരെ മോശമായിട്ടുള്ള ഒരു സ്വാധീനമായിരുന്നു ഡെയിൻസിനുണ്ടായിരുന്നത്. കാരണം അവർ നൂറ്റാണ്ടുകളോളം ഇംഗ്ലണ്ടിലെ ആ ഫലഭൂയിഷ്ഠമായ ഭൂമിയെ കൊള്ളയടിക്കുകയായിരുന്നു. ആ ഇംഗ്ലണ്ടിൻ്റെ റിസോഴ്സ് മുഴുവൻ അവർ കൊള്ളയടിച്ച് സ്വന്തം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ശരിക്കും സാമ്പത്തികപരമായി ഇംഗ്ലണ്ടിനെ ഒരു ഇംപവറൈസ് ചെയ്യിക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യപരമായ രീതിയിലേക്ക് മാറ്റുന്ന, അല്ലെ സാമ്പത്തികപരമായി ക്ഷീണിപ്പിക്കുന്ന ഒരു എഫക്റ്റായിരുന്നു ഡെയിൻസിൻ്റെ ഭരണം എന്ന് കാണാം. പൊളിറ്റിക്കലി നമ്മൾ കണ്ടു അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു, യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട്. എക്കണോമിക്കലി അത് വളരെ നെഗറ്റീവായിട്ടുള്ള എഫക്റ്റായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. Socially speaking, many social changes were brought out by the continuous attack of Danes for 300 years. The position of hereditary lords went down,
ആൻഡ് ദ പൊസിഷൻ ഓഫ് വാർലോഡ്സ് റോസ് ഇൻ പവർ ആൻഡ് സോഷ്യൽ പ്രിസ്റ്റീജ്. അപ്പോൾ ഏതാണ്ട് 300 വർഷ കാലഘട്ടത്തിൽ ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ സാമൂഹികപരമായ ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുകയാണ്. കാരണം ജന്മനാലുള്ള പ്രഭുക്കന്മാരുടെ സ്ഥാനം നഷ്ടപ്പെടുകയും പുതിയതായിട്ട് ഉദയം കൊള്ളുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്ന യുദ്ധവീരന്മാരായ പ്രഭുക്കന്മാരുടെ സ്ഥാനം സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഉയർന്നു കാണപ്പെടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ ജന്മനാലുള്ള പ്രഭുത്വ പദവിയേക്കാൾ യുദ്ധവീരന്മാരായ പ്രഭുക്കന്മാർക്ക് സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റാറ്റസിൽ ഒരു അപ്പർ ക്ലാസ് ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ സാമൂഹിക രംഗത്തിൽ ഡെയിൻസിൻ്റെ വരവോടുകൂടി കാണുക. കാരണം ഡെയിൻസ് എപ്പോഴും ഇംഗ്ലണ്ടിനെ ആക്രമിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ ആക്രമിക്കുന്നവർ തിരിച്ചാക്രമിക്കുന്ന യുദ്ധപ്രഭുക്കന്മാരുടെ അവരെ സമൂഹത്തിൽ സോഷ്യൽ സ്റ്റാറ്റസിൽ വലിയ ഉന്നത രീതിയിൽ കാണുന്ന രീതിയിലേക്ക് ഉള്ള ഒരു മാറ്റം നമുക്ക് ഇവരുടെ ഒരു സാമൂഹിക തലത്തിൽ കാണാൻ സാധിക്കും. The Danish invasion paved the way for the division of society into landed lords and landless villains and laid the foundation for feudalism. അതുപോലെ തന്നെ ഡെയിൻസിൻ്റെ വരവ് അല്ലെങ്കിൽ ഡെയിൻസിൻ്റെ സാന്നിധ്യം ഇംഗ്ലണ്ടിൽ ഉണ്ടാക്കിയ മാറ്റമെന്ന് പറയുന്നത് ഒരു 2 വിഭാഗം ആൾക്കാരായിട്ട് ജനങ്ങളെ, സൊസൈറ്റിയെ മാറ്റുകയാണ്. ഒന്ന് ഭൂ ഉടമസ്ഥരും ഭൂരഹിതരുമായിട്ടുള്ളവർ, അങ്ങനെ 2 കാറ്റഗറി സമൂഹത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ ഫ്യൂഡലിസം എന്ന ജന്മിത്ത സമ്പ്രദായത്തിൻ്റെ അടിത്തറ ഇംഗ്ലണ്ടിൽ പാകിയത്. ഫ്യൂഡലിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ലാൻഡാണ്. അപ്പോൾ ജന്മിത്തം എന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ഭൂമിയെ അടിസ്ഥാനമാക്കിയിട്ട് സോഷ്യൽ സ്റ്റാറ്റസ് തീരുമാനിക്കുന്ന ജന്മിത്ത സമ്പ്രദായത്തിൻ്റെ അടിത്തറ ഇംഗ്ലണ്ടിൽ പാകിയത് ഡെയിൻസാണ്. അപ്പോൾ ഡെയിൻസിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മൾ കണ്ടു. പൊളിറ്റിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഒരു പോസിറ്റീവായിട്ട് കാണാം. യൂണിഫിക്കേഷൻ ഓഫ് ഇംഗ്ലണ്ട് നടന്നു. എക്കണോമിക്കലാണെങ്കിൽ അത് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് വളരെ മോശമായിരുന്നു. കാരണം ഡെയിൻസ് കൊള്ളയടിച്ച് മുഴുവൻ സമ്പത്തും ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. അതുപോലെ തന്നെ സാമൂഹികപരമായ മേഖലയിൽ നോക്കിയാൽ ജന്മന അല്ലെങ്കിൽ പരമ്പരാഗത പ്രഭുക്കന്മാരുടെ സ്ഥാനം യുദ്ധപ്രഭുക്കന്മാർ നേടിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം ഇംഗ്ലീഷ് സൊസൈറ്റി 2 തട്ടിലായിട്ട് അല്ലെങ്കിൽ 2ആയിട്ട് മാറ്റപ്പെടുകയാണ്, ഭൂമി ഉള്ളവനും ഭൂമി ഇല്ലാത്തവനുമെന്ന. അങ്ങനെ ജന്മിത്ത സമ്പ്രദായത്തിൻ്റെ അടിത്തറ ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ചത് ഡെയിൻസാണ് എന്ന് കാണാം. മറ്റൊന്ന് ഭാഷയാണ്. കൾച്ചറലി സ്പീക്കിംഗ് ദി ലാംഗ്വേജ് വാസ് കൺസിഡറബിളി ഇൻഫ്ലുവൻസ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന ആംഗ്ലോ സാക്സൺ ഭാഷ അതിന് ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ശരിക്കും ഇംഗ്ലണ്ട് ഭരിച്ച എല്ലാ വംശങ്ങളും ഇംഗ്ലണ്ടിലുള്ള വംശങ്ങളെക്കാൾ അല്ലെങ്കിൽ ആംഗ്ലോ സാക്സണേക്കാൾ അപ്പർ ക്ലാസ്സുകളായിരുന്നു. അപ്പോൾ ഉന്നതരായിട്ടുള്ള അവരുടെ ഭാഷയുടെ സ്വാധീനം ഈ ആംഗ്ലോ സാക്സൺ ഇംഗ്ലീഷ് എന്ന ഓൾഡ് ഇംഗ്ലീഷിൽ ഉണ്ടാവുകയും അങ്ങനെ ഇംഗ്ലീഷ് പരിപോഷിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡെയിൻസിൻ്റെ ഭാഷയും ഈ ഇംഗ്ലീഷ് ഭാഷയേക്കാൾ അല്പം കൂടി ഉയർന്ന ഭാഷയായിരുന്നു. അപ്പോൾ ആ ഭാഷയ്ക്കും ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. Their influence began on English from the 8th century onwards and continued for 3 centuries till Norman conquest. നമുക്കറിയാം ഇവർ ഭരണകാലഘട്ടം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഡെയിൻസിൻ്റെ ഇംഗ്ലണ്ടിലെ സാന്നിധ്യം 300 വർഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ 8ാം നൂറ്റാണ്ട് തുടങ്ങി ഡെയിൻസിൻ്റെ സാന്നിധ്യവും അവരുടെ സ്വാധീനവും ഭാഷയുടെ സ്വാധീനവും ആംഗ്ലോ സാക്സണിലുണ്ടായിരുന്നു, ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഡെയിൻസിൻ്റെ ഭരണകാലഘട്ടത്തിന് ശേഷമുള്ള നോർമൻ ഭരണം വരെ, നോർമൻസിൻ്റെ ആ കോൺക്വസ്റ്റ് വരെ ഈ ഡെയിൻസിൻ്റെ സ്വാധീനം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു, ഇംഗ്ലീഷ് ഭാഷയ്ക്കുണ്ടായിരുന്നു, ഓൾഡ് ഇംഗ്ലീഷിന് ഉണ്ടായിരുന്നു. The Danes spoke a language very much similar to that of their predecessors. They never tried to force this language upon the conquered England. അപ്പോൾ ഡെയിൻസ് എന്ന രാജവംശം നോർവേയിൽ നിന്നും ഡെൻമാർക്കിൽ നിന്നും വന്ന് ഇംഗ്ലണ്ട് കീഴടക്കിയ ആംഗ്ലോ സാക്സൺസിനെ കീഴടക്കിയ രാജവംശം അവർ ഇംഗ്ലണ്ട് ഭരിച്ച കാലഘട്ടത്തിൽ അവരുടെ ഭാഷ, അപ്പോൾ അവർ സംസാരിച്ചിരുന്ന ഭാഷ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ തമിഴിന് മലയാളവും മലയാളിക്ക് തമിഴ് മനസ്സിലാകുന്നത് പോലെയുള്ള ഒരു സിമിലർ ലാംഗ്വേജ് ആയിരുന്നു ഡെയിൻസിൻ്റെ ഭാഷയും. അപ്പോൾ ആംഗ്ലോ സാക്സൺസിൻ്റെ ഭാഷയായ ഓൾഡ് ഇംഗ്ലീഷും ഡെയിൻസിൻ്റെ ഭാഷയും വളരെ സിമിലറായിരുന്നു, സാമ്യമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഷ ഒരിക്കലും കീഴടക്കി ഇംഗ്ലണ്ടിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ചില്ല. ഓൾ ദ സെയിം ദർ വെർ മെനി സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദി ഓൾഡ് ഇംഗ്ലീഷ് ആൻഡ് ഓൾഡ് നോർസ്. അപ്പോൾ ഡെയിൻസിൻ്റെ ഭാഷയും ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ആംഗ്ലോ സാക്സൺ ഭാഷയും തമ്മിൽ വളരെ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നു, വളരെ സാമ്യമുണ്ടായിരുന്നു.
ആംഗ്ലോ സാക്സൺസ് ഹാഡ് നോ ഡിഫിക്കൽട്ടി ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ വിക്കിങ്സ്. അതുകൊണ്ട് തന്നെ ആംഗ്ലോ സാക്സൺസിന് അവരുടെ ഓൾഡ് ഇംഗ്ലീഷിനോടൊപ്പം ഈ ഡെയിൻസിൻ്റെ ഭാഷയും മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഇത് തമ്മിൽ സിമിലർ ആയിരുന്നു. ഇപ്പോൾ തമിഴും മലയാളവും പോലെ വളരെ സിമിലർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് മനസ്സിലാക്കുവാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വിക്കിംഗ് ഭാഷ എന്ന് പറഞ്ഞാൽ ഡെയിൻസിൻ്റെ ഭാഷ. അപ്പോൾ ഡെയിൻസിനെ നമ്മൾ 3 രീതിയിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഡെയിൻസ് എന്ന് ചോദിക്കും, വിക്കിങ്സ് എന്ന് ചോദിക്കും, സ്കാൻഡിനേവിയൻസ് എന്ന് ചോദിക്കും, നോർസ് എന്ന് ചോദിക്കും. കാരണം ഇതെല്ലാം ഒന്ന് തന്നെയാണ്. സ്കാൻഡിനേവിയൻ എന്ന് പറഞ്ഞാൽ ഒരു യൂറോപ്പിലെ ഒരു പ്രത്യേക പ്രദേശത്തുള്ള രാജ്യങ്ങളെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്ന് പറയും. അപ്പോൾ നോർവേയും ഡെൻമാർക്കും എല്ലാം സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ സ്കാൻഡിനേവിയൻസിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ള ഇപ്പം യൂറോപ്പ്, ഏഷ്യ എന്ന് പറയുന്നത് സ്കാൻഡിനേവിയൻ പ്രവിശ്യയിലുള്ള രാജവംശമാണ് ഡെയിൻസ്. അപ്പോൾ ഡെയിൻസിൻ്റെ വിക്കിങ്സ്, അപ്പോൾ വിക്കിങ്സ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വിക്കിങ്സിൻ്റെ ഭാഷയും ഓൾഡ് ഇംഗ്ലീഷ് എന്ന ആംഗ്ലോ സാക്സൺ ഭാഷയും തമ്മിൽ വളരെയധികം സിമിലറായിരുന്നു. അവർക്ക് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ഭാഷയായിട്ട് അത് മാറിയിട്ടില്ല. പക്ഷേ എങ്കിലും ഇംഗ്ലീഷ് ഭാഷയെ ഒരുപാട് സഹായിച്ച അല്ലെങ്കിൽ ഒരുപാട് വാക്കുകൾ നൽകി ഇംഗ്ലീഷ് ഭാഷയെ പരിപോഷിപ്പിച്ചത് ഈ സ്കാൻഡിനേവിയൻ ലാംഗ്വേജായ അതുപോലെ തന്നെ വിക്കിങ്സ് ലാംഗ്വേജാണ്, ഡെയിൻസിൻ്റെ ലാംഗ്വേജാണ്. മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് വെർബ്സ് ലൈക്ക് ടു ഗെറ്റ് ആൻഡ് ടു ടേക്ക് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദി ഡെയിൻസ്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടു ഗെറ്റ്, ടു ടേക്ക് എന്നിങ്ങനെയുള്ള വാക്കുകൾ, വെർബുകൾ, ക്രിയകൾ അത് ഡാനിഷ് ഭാഷയിൽ നിന്നുള്ളതാണ്. ദേ ഓൾസോ മോഡിഫൈഡ് ദ മീനിങ് ഓഫ് മെനി ഓൾഡ് ഇംഗ്ലീഷ് വേർഡ്സ്. ആംഗ്ലോ സാക്സൺസിൻ്റെ ഭാഷയായ ഓൾഡ് ഇംഗ്ലീഷിൻ്റെ നിരവധി വാക്കുകളെ മോഡിഫൈ ചെയ്യുകയും ഡെയിൻസ് ചെയ്തിട്ടുണ്ട്. ദ വേർഡ് ഡ്രീം ഇൻ ഓൾഡ് ഇംഗ്ലീഷ് മീൻഡ് ജോയ്. അപ്പോൾ ഓൾഡ് ഇംഗ്ലീഷ് എന്ന ആംഗ്ലോ സാക്സൺ ഭാഷയിലെ ഡ്രീം അതിൻ്റെ അർത്ഥം ജോയ് എന്നായിരുന്നു. അതിനെ ഇപ്പോഴത്തെ മോഡേൺ മീനിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത് ഈ സ്കാൻഡിനേവിയൻസാണ്, ഈ ഡെയിൻസാണ്. ഇറ്റ്സ് മോഡേൺ മീനിങ് ഈസ് ടേക്കൺ ഫ്രം ദി സ്കാൻഡിനേവിയൻസ്. അപ്പോൾ ഡെയിൻസ് അല്ലെങ്കിൽ ഡാനിഷ് ഭാഷയിൽ നിന്നുമാണ് ഡ്രീം എന്ന്, ജോയ് എന്ന അർത്ഥത്തിൽ ആംഗ്ലോ സാക്സൺസ് ഉപയോഗിച്ച ഡ്രീമിനെ ഇന്നുള്ള ആ ആധുനിക മീനിങ്ങിലേക്ക് കൊണ്ടുവന്നത് സ്കാൻഡിനേവിയൻസാണ്, ഡെയിൻസാണ്. അതുപോലെ തന്നെ സച്ച് ലീഗൽ ടേംസ് ലൈക്ക് ലോ, ബൈലോ ഇതെല്ലാം സ്കാൻഡിനേവിയനാണ്, ഡെയിൻസിൽ നിന്നുമാണ്, ഡാനിഷിൽ നിന്ന് ഭാഷയിൽ നിന്നുമാണ് ഓൾഡ് ഇംഗ്ലീഷിലേക്ക് എത്തപ്പെട്ടത്. മെനി കോമൺ നൗൺസ് ലൈക്ക് ബാങ്ക്, ബെർത്ത്, എഗ്, ഫെലോ, ലെഗ്, മൈസ്, റേസ്, റൂട്ട്, സെൻറ്റ്, അതുപോലെ തന്നെ അഡ്ജക്റ്റീവ്സ് ഓക്വേർഡ്, ഇല്ല്, ലോ, ലൂസ്, ഫൈറ്റ്, വീക്ക്, അതുപോലെ വെർബുകൾ കോൾ, കാസ്റ്റ്, ഡൈറ്റ്, ഗെറ്റ്, ഗീവ് എക്സെട്ര എക്സെട്ര ആർ സ്കാൻഡിനേവിയൻ ഓറിജിൻ. ഇതെല്ലാം ഡാനിഷ് ഭാഷയിൽ നിന്നുമാണ് വന്നത്. അതുപോലെ പേഴ്സണൽ നെയിംസ് എൻഡിങ് SON എന്ന വാക്കിൽ അവസാനിക്കുന്ന നെയിമുകൾ, ഗിബ്സൺ, ജോൺസൺ, തോംസൺ, ഇതെല്ലാം ഡാനിഷ് ഭാഷയിൽ നിന്നുമാണ് ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ലഭ്യമായത്. ദ സ്കാൻഡിനേവിയൻ വേർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി എസെൻഷ്യൽ പാർട്സ് ഓഫ് ഇംഗ്ലീഷ് വൊക്കാബുലറി ആൻഡ് ആൻ ഇംഗ്ലീഷ് മാൻ ക്യാൻ ഹാർഡ്ലി ക്യാരി ഓൺ വിതൗട്ട് ദം. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഏറ്റവും അധികം സംഭാവന ചെയ്ത ഭാഷകളിൽ ഒന്നാണ് ഡാനിഷ് ഭാഷ, സ്കാൻഡിനേവിയൻ ഭാഷ. അപ്പോൾ ഒരു ഇംഗ്ലീഷ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്കാൻഡിനേവിയൻ പദങ്ങൾ ഉപയോഗിക്കാതെ ഇംഗ്ലീഷ് പറയുക എന്നത് സാധ്യമായ ഒന്നല്ല. അപ്പോൾ ഇംഗ്ലണ്ട് ആംഗ്ലോ സാക്സൺസിന് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശത്തിനെയാണ് ഡെയിൻസ് എന്ന് പറയുക. ഡെൻമാർക്കിൽ നിന്നും നോർവേയിൽ നിന്നും ഇംഗ്ലണ്ടിലെത്തി ഇംഗ്ലണ്ട് കീഴടക്കിയ വംശത്തിനെയാണ് ഡെയിൻസ് എന്ന് പറയുക. ചുരുങ്ങിയ കാലഘട്ടം മാത്രമേ അവർ ഭരണത്തിലുണ്ടായിരുന്നുള്ളൂ എങ്കിലും 3 നൂറ്റാണ്ടോളം ഡെയിൻസിൻ്റെ സാന്നിധ്യം ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ആ ഇംഗ്ലണ്ടിലെ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ അവരുടെ ജീവിതത്തെ നമ്മൾ 3 കാലഘട്ടങ്ങളായിട്ടാണ് പഠിക്കുക. 1 ദ പീരീഡ് ഓഫ് റെയ്ഡ്, 2 ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ്, 3 ദ പീരീഡ് ഓഫ് റൂൾ. അപ്പോൾ ആദ്യം ദ പീരീഡ് ഓഫ് റെയ്ഡാണ്. അവർ ഡെൻമാർക്കിൽ നിന്നും നോർവേയിൽ നിന്നും ഇംഗ്ലണ്ടിലെത്തുകയും കുറച്ച് കാലഘട്ടം ഇംഗ്ലണ്ടിൽ താമസിച്ച് ഇംഗ്ലണ്ടിനെ കൊള്ളയടിച്ച് വിലപ്പെട്ടതെല്ലാം നോർവേയിലേക്കും ഡെൻമാർക്കിലേക്കും കൊണ്ടുപോകുന്നൊരു കാലഘട്ടത്തിനെയാണ് ദ പീരീഡ് ഓഫ് റെയ്ഡ് എന്ന് പറയുക. അതിനുശേഷം അവർ ഇംഗ്ലണ്ടിൽ താമസിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ച് ഇംഗ്ലണ്ടിൽ സെറ്റിൽ ചെയ്യാൻ തീരുമാനിക്കുന്നതിനെയാണ് ദ പീരീഡ് ഓഫ് റെയ്ഡ് എന്ന് പറയുക, ദ പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുക. 7 കിങ്ഡംസ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പീരീഡ് ഓഫ് സെറ്റിൽമെൻറ്റിൽ അവർ ഇംഗ്ലണ്ടിലെ 7ൽ 6 കിങ്ഡംസും കീഴടക്കുകയും അവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. 7ാമത്തെ കിങ്ഡമായ വെസക്സ് ഈ ഇംഗ്ലീഷ്
കിങ്ഡംസിലെ 7 ഏറ്റവും ശക്തമായ വെസക്സ് ആൽഫ്രഡ് ദി ഗ്രേറ്റ് എന്ന ഭരണാധികാരിയുടെ കീഴിലായിരുന്നതിനാൽ അത് കീഴടക്കാൻ ഡെയിൻസിന് സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം, ആൽഫ്രഡ് ദി ഗ്രേറ്റിൻ്റെ മരണത്തിന് ശേഷം എതേൽറെഡ് ദി അൺറീഡി എന്ന അവസാനത്തെ ആംഗ്ലോ സാക്സൺ രാജാവ് അവിടെ ഭരിക്കുമ്പോൾ അതുകൂടി കീഴടക്കി ദി എൻറ്റയർ ഇംഗ്ലണ്ടിനെ അവർ കീഴടക്കിയിട്ട് ഭരണം ആരംഭിക്കുന്നത് 1016 അതാണ് ദ പീരീഡ് ഓഫ് റൂൾ. ഇപ്പോൾ ഡെയിൻസിൻ്റെ ഒരു ചുരുങ്ങിയ കാലഘട്ടമുള്ള 1042 വരെ നീളുന്ന ഒരു ചുരുങ്ങിയ കാലഘട്ടമായിരുന്നു ഡെയിൻസ് ഇംഗ്ലണ്ട് ഭരിച്ചത്. അപ്പോൾ ആ ഡെയിൻസിൻ്റെ ഭരണകാലഘട്ടം, ഡെയിൻസിൻ്റെ ഭരണത്തിൽ ഇംഗ്ലീഷ് സൊസൈറ്റിയിലുണ്ടായ മാറ്റങ്ങൾ, രാഷ്ട്രീയ രംഗത്തുണ്ടായ മാറ്റം, എക്കണോമിക്കലായിട്ടുള്ള മാറ്റം, സോഷ്യലായിട്ടുള്ള മാറ്റം, ലാംഗ്വേജിലുണ്ടായിട്ടുള്ള മാറ്റം, അതിൻ്റെ സ്വാധീനം, അതെല്ലാമായിരുന്നു നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ദി പോർഷൻ. താങ്ക് യു.